ഹായ് കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളുടെ വീണ കൃഷ്ണൻ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് CBSE ക്ലാസ് 8-ൻ്റെ മാത്സിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററായ ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അതായത് ഇത് ക്ലാസ് 9-ന് നിങ്ങൾ ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ പഠിക്കാറുണ്ട് കേട്ടോ. അപ്പം 8ാം ക്ലാസ്സിൽ 1 വേരിയബിളിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ലീനിയർ ഇക്വേഷനിന് 1 വേരിയബിൾ. എന്തോ കുഞ്ഞുങ്ങളെ ഈ 1 വേരിയബിളും 2 വേരിയബിളും എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, ലീനിയർ ഇക്വേഷൻ 1 വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കേ, ഇപ്പോൾ നോക്കിയേ 2x + 3 കേട്ടോ, 2x + 3. അതായത് നമുക്ക് ഈ വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇംഗ്ലീഷ് ആൽഫബറ്റ് ഉണ്ടല്ലോ, ABCD എന്നൊക്കെ പറഞ്ഞ ഇംഗ്ലീഷ് ആൽഫബറ്റ്, ആ ആൽഫബറ്റിനെയാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നത്. ഈ ഏതെങ്കിലും ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള, അതായത് ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ കൂടെ ഇങ്ങനെ വേരിയബിൾ തരുന്നുണ്ട്. ഈ വേരിയബിളിൻ്റെ പവർ 1 ആണെങ്കിൽ അതിനെ ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നു. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? എന്താണ് ഈ തന്നിരിക്കുന്ന വേരിയബിളിൻ്റെ പവർ 1 ആണെങ്കിൽ നോക്കിക്കേ, 8y + 4. ഇവിടെ y എന്ന് പറയുന്ന വേരിയബിളിൻ്റെ പവർ എത്രയാണ്? 1 ആണ്. നിങ്ങളോട് അങ്ങനെയാണെങ്കിൽ ചോദിക്കുകയാണ്, 2x² + 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലീനിയർ ഇക്വേഷൻ ആണോ എന്ന് നിങ്ങളോട് ചോദിച്ചാൽ എന്ത് പറയും കുഞ്ഞുങ്ങളെ? ഈ എക്സിൻ്റെ പവർ 2 ആണ്. 2 വരുവാണെങ്കിൽ അത് ക്വാഡ്രാറ്റിക് ആണ്. നിങ്ങൾക്ക് അടുത്ത വർഷം പിടിക്കാം. 2 ആണെങ്കിൽ അത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആവും കുഞ്ഞുങ്ങളെ. ഇവിടെ നമ്മുടെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേരിയബിളിൻ്റെ പവർ 1 ആണെങ്കിൽ അതിനെ ലീനിയർ ഇക്വേഷൻ എന്നാ പറയുന്നത്. 2 ആണെങ്കിൽ എന്നെ ക്വാഡ്രാറ്റിക് എന്നും 3 ആണെങ്കിൽ എന്നെ ക്യൂബിക് എന്നും ഒക്കെ നമുക്ക് അടുത്ത വർഷം പഠിക്കാം. ഇപ്പം നമുക്ക് 1 വേരിയബിൾ പഠിച്ചാൽ മതി ലീനിയർ ഇക്വേഷൻ്റെ കേട്ടോ. ഇപ്പോൾ എക്സാമ്പിൾ നോക്കിക്കേ, ഇവിടെ കുറേ കൊടുത്തിട്ടുണ്ട്. 9z + 4. ഇസഡിൻ്റെ പവർ എന്ന് പറയുന്നത് എന്താവും നിങ്ങളെ? 1 ആണ്. അങ്ങനെ 1 ആയിട്ട് വരുന്നതിനെ എന്ത് പറയുന്നത്? ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അതിനകത്തിൽ തന്നെ എക്സ്പ്രഷൻ കൊടുത്തിട്ടുണ്ട്. എക്സ്പ്രഷൻ 1 വേരിയബിളും 1 കോൺസ്റ്റൻറ്റ് വാല്യൂവും വരുന്നതാണ്. നോക്കിക്കേ, 8x + 6. ഇവിടെ എന്താണ്? ഒരൊറ്റ വേരിയബിളുവേ ഉള്ളൂ, ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂവും ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പം നോക്കിക്കേ, ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം 9x + y എന്ന് പറയുന്നത് നോക്കുകയെ, അതൊരു ലീനിയർ ഇക്വേഷൻ ആണോ എന്ന് ചോദിച്ചാൽ എന്താ? പെട്ട് അല്ലേ? ഒന്നും പേടിക്കേണ്ട നിങ്ങൾ. ഇവിടെ നോക്കിക്കേ, 2 വേരിയബിൾ വന്നിട്ടുണ്ട് അല്ലേ? ഇവിടെ എന്താണ്? ഇതിൻ്റെ പവർ 1 ആണ്, ഇതിൻ്റെയും പവർ 1 ആണ്. അപ്പം 2 എണ്ണം വന്നെങ്കിൽ നമുക്ക് എന്താണ്? ക്വാഡ്രാറ്റിക് ആണ്. അപ്പം നമ്മുടെ ലീനിയർ ഇക്വേഷൻ അല്ല. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ പിടികിട്ടിയോ? എന്താണ്? നമുക്ക് തരുന്ന വേരിയബിളിൽ ഇത്രയും ഓർത്താൽ മതി. നമുക്ക് തരുന്ന വേരിയബിളിൽ എന്താണ്? അതിൻ്റെ പവർ 1 ആണെങ്കിൽ അതിനെയാണ് ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അങ്ങനെ 2 ആണെങ്കിൽ അതിനെ ക്വാഡ്രാറ്റിക് എന്നും 3 ആണെങ്കിൽ അതിനെ ക്യൂബിക് എന്നും പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് അടുത്ത വർഷം പഠിക്കാനുണ്ടോ നിങ്ങളെ? ഇപ്പോൾ എക്സ്പ്രഷൻ ആദ്യമേ ലീനിയർ ഇക്വേഷൻ 1 വേരിയബിൾ ആണ്. അതെന്താണെന്ന് മനസ്സിലായോ? എക്സ്പ്രഷൻ ഉണ്ട്. എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ 8x + 6. അതായത് ഒരു വേരിയബിളും 1 വേരിയബിളും 1 കോൺസ്റ്റൻറ്റ് വാല്യൂവുമാണ് കേട്ടോ. ഇതൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല. നമുക്ക് പാഠത്തിലോട്ട് കയറാം. ഇക്വേഷൻ സോൾവ് ആണ് നമ്മുടെ ആദ്യത്തെ പറയുന്നത്. എന്താണ്? ഇക്വേഷൻ സോൾവ്. ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. LHSന് ഈക്വൽ ആണോ? ഈക്വൽ ആയിരിക്കണം RHS എന്ന്. LHSന് ഈക്വൽ ആയിരിക്കണം RHS. LHS എന്ന് വെച്ചാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കേട്ടോ. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് L, നമ്മുടെ ഇടത്തെ കൈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, വലത്തെ കൈ റൈറ്റ് ഹാൻഡ് സൈഡ്. ഇതാണ് ഇക്വേഷൻ. നമ്മുടെ ഇക്വേഷൻ ഒരു എക്സാമ്പിൾ നോക്കിയേ. 2x + 6 = 8 എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഞാനൊരു എക്സാമ്പിൾ എഴുതിയേക്കുകയാണ് കേട്ടോ. ഇത് എൻ്റെ ക്ലാസ് ഈ ചാപ്റ്ററിനെ ഒന്നും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു ക്ലാസ് ആവും. നിങ്ങളെ എന്തെങ്കിലുമൊക്കെ ഒരു ഇച്ചിരി അറിയട്ടെ എന്ന് വിചാരിച്ച് കേട്ടോ. എല്ലാം അറിയാവുന്ന ഒരു ഈ ക്ലാസ് കാണണ്ട, സ്കിപ്പ് ചെയ്തോ. ഒന്നും അറിയാൻ വയ്യാത്തവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇച്ചിരി കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ച് മാത്രമാണ് ഈ ക്ലാസ് ഇടുന്നത് കേട്ടോ. നോക്കിക്കേ, ഇതിൻ്റെ ഫസ്റ്റ് നിങ്ങൾ ഇവിടെ മുതൽ അറിഞ്ഞാൽ മതി. ഇക്വേഷൻ സോൾവ് എന്ന് വെച്ചാൽ LHSഉം RHSഉമാണ്. LHS എന്ന് വെച്ചാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, RHS എന്ന് വെച്ചാൽ റൈറ്റ് ഹാൻഡ് സൈഡ്. അതായത് ഈക്വൽ കണ്ടോ കുഞ്ഞുങ്ങളെ? ഈ ഈക്വലിൻ്റെ ലെഫ്റ്റും റൈറ്റുമാണ്. ഈക്വലിൻ്റെ ലെഫ്റ്റും റൈറ്റും മനസ്സിലായോ? ഈ ഈക്വലിൻ്റെ ലെഫ്റ്റ് റൈറ്റ് സംശയമില്ലല്ലോ. നോക്കിക്കേ, 2x + 6 എന്ന് പറയുന്നത് 8 ആണെന്ന് ഞാൻ പറയുന്നു. അത് നമ്മൾ ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കണം. നോക്കിക്കേ, 2x + 6 എന്നാണ് നമ്മുടെ ചോദ്യം. എന്താണ്? 2x + 6 എന്ന് പറയുന്നത് 8 ആണ് ഞാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞു. ഇനി അതിനെ നമ്മൾ ചെയ്ത് കാണിക്കണം. അപ്പം ഇവിടെ ആരാണ്? കോൺസ്റ്റൻറ്റും വേരിയബിളും ഒക്കെ വന്ന ആരാ? 2x അല്ലേ? അപ്പോൾ 2x = ഈക്വൽ കഴിഞ്ഞിട്ട് ആരാണോ വരുന്നത് അത് വേണം ഫസ്റ്റിൽ എഴുതാൻ.
നമ്മളിവിടെ വേരിയബിളിനെ എടുത്തെഴുതി 2x ആണ്. 2x കഴിഞ്ഞിട്ട് ആരാണോ ഈക്വൽ കഴിഞ്ഞിട്ട് ഏതാണോ വരുന്നത് അത് വേണം ഫസ്റ്റിൽ എഴുതാൻ. നോക്കിക്കേ, അത് 8 ആയിരുന്നു, 8 എഴുതി. ഇനി നോക്കിക്കേ, ഈക്വലിന് ഇപ്പുറത്തൊരു +6 കിടപ്പുണ്ട്. ഈക്വലിൻ്റെ ഇപ്പുറത്താണ്, ലെഫ്റ്റ് സൈഡിലാണ്. അതിനെ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവരിക. അപ്പോൾ 6 +6 ഇവിടെ വന്നപ്പം -6 ആയി. ഇത്രയും മനസ്സിലാവുന്നുണ്ടോ? നല്ലപോലെ നോക്കണേ. ഇനി നോക്കിയേ, 2x = 8 - 6 = 2. അപ്പോൾ x = ഈ 2വിനെ എന്ത് ചെയ്യുക, താഴെയാണേ കൊണ്ടുവരുന്നത്. ഇവിടെ ഇതെല്ലാവർക്കും ഒരു ഡൗട്ട് അടിക്കുന്നത് കേട്ടോ. 2x ഇവിടെ വന്നു കഴിഞ്ഞാൽ 2 × x ആണ് 2x അല്ലേ. അപ്പോൾ എന്താ, ഇതിനെ താഴെ കൊണ്ടുവരിക. 2/2 = 1. മനസ്സിലായോ നിങ്ങളെ? ഇക്വേഷൻ സോൾവ്. ഇത് ഇത്രയും മിനിമം അറിഞ്ഞിരിക്കണം കേട്ടോ. ഇനി നമുക്ക് എക്സസൈസ് 1 കയറാം. ഓക്കെ, സോൾവ് ദ ഫോളോയിങ് ഇക്വേഷൻസ് ആൻഡ് ചെക്ക് യുവർ റിസൾട്ട്. നിങ്ങളുടെ ടെസ്റ്റിലെ ഒന്നാമത്തെ എക്സസൈസ് ക്വസ്റ്റ്യൻ ആണ്. നല്ലപോലെ നോക്കണേ നിങ്ങളെ. ഇവിടെ തൊട്ടാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. നോക്കിക്കേ, ഒന്നാമത്തെ 3x = 2x + 18. ഒന്നാമത്തെ ചോദ്യം എന്താണ്? 3x = 2x + 18. നമുക്ക് എപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നാലും ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് എഴുതണം കേട്ടോ. നിങ്ങളെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പഠിപ്പിക്കുകയാണോ നിങ്ങളെ? അറിയാവുന്നവർ നോക്കണ്ട, ഒന്നും അറിയാൻ വയ്യാത്തവർ മാത്രം നോക്കിയാൽ മതി. നിങ്ങളെ ക്വസ്റ്റ്യൻ നമ്മൾ എഴുതുക, ആ ക്വസ്റ്റ്യനെ ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് എഴുതിയേരെ കേട്ടോ. ഒരു നല്ല വൃത്തിയായിട്ട് എഴുതുകയും വേണം. ഇനി നോക്കണം, നമുക്കിതിനകത്ത് വേരിയബിൾ ആരെങ്കിലും ഉണ്ടോ? വേരിയബിൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റ് ഉണ്ടല്ലോ. ഒരു 3x ഉണ്ട്, 2x ഉണ്ടല്ലോ. അപ്പോൾ ഈക്വലിന് ഇപ്പുറത്ത് കിടക്കുന്നതാണ് 3x. അപ്പോൾ അതിനെ ആദ്യമേ നമുക്ക് അങ്ങ് എഴുതണം കേട്ടോ. 3xനെ ആദ്യമേ എഴുതണം. ഇനി നോക്കിയേ, ഈക്വലിന് അപ്പുറത്തെ സൈഡിലാണ് 2x. അതിനെയും കൂടെ നമുക്ക് എന്ത് ചെയ്യണം? ഈ 3xൻ്റെ കൂടെ കൊണ്ടുവരണം. പക്ഷേ ഇത് 2x എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ്. ഈക്വലിന് ഇപ്പുറത്ത് വന്നാൽ പോസിറ്റീവ് അല്ലേ? പോസിറ്റീവാണ്. അതിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടപ്പോൾ -2x ആയിട്ട് മാറി. നമ്മൾ ഈക്വലിൻ്റെ അപ്പുറവും ഇപ്പുറവും എഴുതുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അത് അപ്പുറവും ഇപ്പുറവും കൊണ്ടുവരുമ്പോൾ സൈൻ മാറും, അത് മറക്കല്ലേ. അപ്പോൾ എന്താണ്, ഇവിടെ 2x എന്നുള്ളത് ഇപ്പുറത്ത് വന്നപ്പോൾ -2x ആയിട്ട് മാറി. ഈക്വല് വേറെ ഇനി എന്തുകൊണ്ട് എഴുതാൻ? ഒരു 18 ഉണ്ട്. മനസ്സിലായോ? ഇനി 3x ന്ന് 2x പോയാൽ എത്ര ആവും നിങ്ങളെ? x. അതിന് സംശയമുണ്ടോ? 3x ന്ന് 2x ഇങ്ങ് പോയാൽ ഒരു x. നമ്മൾ 1x എന്ന് എഴുതത്തില്ല, x = അപ്പോൾ എത്ര? 18. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടി. ഇനി നിങ്ങൾ ഈ എക്സ് തന്നെ ആണോ, 18 തന്നെ അല്ലെ 18 തന്നെ ആണോ നിങ്ങളുടെ ആൻസർ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഈ ചെക്കിംഗ് ആണ് നമുക്ക് ഏറ്റവും ഈ പാഠത്തിൽ ഇമ്പോർട്ടൻ്റ് കേട്ടോ. ചെക്ക് ചെയ്ത് നോക്കിക്കേ, നമ്മുടെ ചോദ്യം എന്താണ്? 3x = 2x + 18 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം എന്താണ്, ഈക്വലിന് ലെഫ്റ്റ്, അതായത് ഇത് LHS ആണ്, ഇത് RHS ആണ്. സംശയമില്ലല്ലോ, ഇത് LHS ഇത് RHS LHS നമുക്ക് 3x ആണ്, RHS 2x + 18 ആണ്. അപ്പോൾ 3x എന്ന് വെച്ചാൽ 3 × എക്സിൻ്റെ വില നമുക്ക് കിട്ടിയായിരുന്നു എത്ര? 18. അപ്പോൾ 3 × 18 എത്ര ആവും നിങ്ങളെ? നമുക്കിവിടെ ലെഫ്റ്റ് ഹാൻഡ് 54 കിട്ടി. ഇനി നമ്മൾ റൈറ്റ് ഹാൻഡ് ചെയ്ത് നോക്കണം, 54 തന്നെയാണോ? എങ്ങനെ എഴുതും? 2x + 18. അപ്പോൾ 2 × എക്സിൻ്റെ വില നമ്മൾ കിട്ടിയായിരുന്നു 18 + 18. 2 × 18 ഇവിടെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 2 × 18 36 ആണ്. 36ൻ്റെ കൂടെ 18 കൂടെ കൂട്ടുമ്പോൾ എത്ര ആവും നിങ്ങളെ? 54. അപ്പോൾ നോക്കിക്കേ, RHSന് ഈക്വലാണ്. എങ്ങനെ എഴുതും നമ്മൾ? ലെഫ്റ്റ് LHSന് ഈക്വലാണ് RHS ആണല്ലോ. അപ്പം നമ്മുടെ കണക്കത് ശരിയാണ്. ഈ ഒരെണ്ണം മനസ്സിലായോ നിങ്ങളെ? മനസ്സിലായോ? നമുക്ക് കണക്ക് ഒരുപാടുള്ളതുകൊണ്ട് ഒരുപാട് സമയം എടുക്കുന്നില്ല, മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തെ നോക്കിയേ, 5t - 3 = 3t - 5. എന്താണ്? 5t - 3 = 3t - 5. ഇവിടെ നോക്കിക്കേ, ഒരുപോലെയുള്ള t ഉള്ളത് 2 എണ്ണം ഇല്ലയോ നിങ്ങളെ? അതായത് 5tയും 3tയും. അപ്പോൾ നമ്മൾ നോക്കിക്കേ, ഒരെണ്ണം ലെഫ്റ്റ് ഹാൻഡിലും ഒരെണ്ണം റൈറ്റ് ഹാൻഡിലുമാണ് കിടക്കുന്നത്. എന്ത് ചെയ്യണം? ഈക്വലിന് ഇപ്പുറത്ത് കിടക്കുന്നതിനെ എടുത്ത് ഇവിടെ കൊണ്ടുവരണം. അപ്പോൾ എന്താ, ഇത് പോസിറ്റീവ് ആയിരുന്നു, അത് ഇങ്ങി വരുമ്പോൾ നെഗറ്റീവായിട്ട് മാറി. അപ്പം 5t - 3t. ഇനി ഏതൊക്കെ എഴുതാനുണ്ട്? എപ്പോഴും നമ്മൾ ഇവിടെ എഴുതുമ്പം ചാടിക്കയറി ഈ ലെഫ്റ്റിൽ എഴുതല്ലേ നിങ്ങളെ? ഈക്വൽ കഴിഞ്ഞിട്ട് എന്തോ ഉണ്ടോ അത് എഴുതിയതിന് ശേഷമേ ലെഫ്റ്റ് ഹാൻഡിൽ എഴുതാവൂ. ഇവിടെ മിക്കവാറും ഉള്ളവർക്കെല്ലാം തെറ്റിപ്പോകുന്ന കണ്ടതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. അവിടെ നിങ്ങൾ തെറ്റിക്കരുത്. എന്താണ്? ഈക്വൽ കഴിഞ്ഞ് ഏതാണോ വരുന്നത് അത് എഴുതിയതിന് ശേഷമേ ബാക്കിയുള്ളത് എഴുതാവൂ. അപ്പോൾ നോക്കിയേ, ഇവിടെ -5 ഉണ്ട്, ഇവിടെ -3 ആണ്. നമ്മൾ ഈക്വലിൻ്റെ ഇപ്പുറത്താണ് കൊണ്ടുവന്നത്, അപ്പോൾ അതെന്തുമായി? +3 ആയിട്ട് മാറി. മനസ്സിലായോ?
-5 + 3 നോക്കിയേ 5t നിന്ന് 3t പോയാൽ 2t. ഇനി -5 + 3 അതായത് ഡിഫറൻറ്റ് സൈൻ വന്നാൽ കുറയ്ക്കണം, വലുതിൻ്റെ സൈൻ ഇടണം. ഡിഫറൻറ്റ് സൈൻ വന്നാൽ ഏതാ -5 + 3 ഡിഫറൻറ്റ് സൈനാണ്. അപ്പോൾ അത് കുറയ്ക്കണം. 5 നിന്ന് 3 പോയാൽ 2, വലുതിൻ്റെ സൈൻ ഏതാണ്? മൈനസ് ആണ്. അപ്പോൾ -2. ഇനി t = മുമ്പേ പറഞ്ഞു എന്താണ്, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡിവൈഡാണ് കേട്ടോ. ഓക്കെ ആണോ? അപ്പം നമുക്ക് -1 കിട്ടി. ഇനി ഈ -1 ആണോ എന്ന് ചെക്ക് ചെയ്തേ. അപ്പം 5t - 3 = 3t - 5 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ചെക്ക് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ ആദ്യമേ എഴുതുക. പിന്നെ ടിയുടെ വാല്യൂ നമുക്ക് -1 കിട്ടി. അപ്പം ടി എവിടെയൊക്കെ ഉണ്ടോ അവിടെ -1 കൊടുക്കുക. 5 അതുപോലെ എഴുതി, ടിയുടെ അവിടെ -1 എഴുതി. -3 5 × 1 5 സൈന് മൈനസ്. എന്തുകൊണ്ടാണ്? പ്ലസ് ഇൻറ്റു മൈനസ് -3. ഒരേ സൈൻ വന്നാൽ കൂട്ടുക. അതൊക്കെ നിങ്ങൾക്ക് അറിയാവും. നിങ്ങളെ ഇൻറ്റീജർ നിങ്ങൾ പഠിച്ചല്ലേ 7ാം ക്ലാസ്സിൽ. ഒരേ സൈൻ വന്നാൽ കൂട്ടണം, ഡിഫറൻറ്റ് സൈൻ വന്നാൽ കുറയ്ക്കണം. ഇവിടെ ഒരേ സൈൻ അല്ലേ വന്നത്? ഒരേ സൈൻ വന്നാൽ കൂട്ടി 8, വലുതിൻ്റെ സൈൻ മൈനസ്. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഇതുപോലെ തന്നെ ചെയ്യുക. ഒരേ സൈൻ വന്നു, അവിടെ എന്താണ്? -8 ആണ്. ഇത് നോക്കണേ, മനസ്സിലാക്കണേ. LHSഉം ഇത് LHS ആണ്, ഇത് RHS ആണ്. ഇത് രണ്ടും ഒരേ ആൻസർ അല്ലേ കുഞ്ഞുങ്ങളെ? അപ്പം നമ്മൾ എങ്ങനെ എഴുതണം? LHSന് ഈക്വലാണ് RHS. ഈ രണ്ട് കണക്കും ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്ത് നോക്കിക്കേ. അടുത്ത് നോക്കൂ കുഞ്ഞുങ്ങളെ, നമ്മുടെ ടെസ്റ്റിലെ എക്സസൈസ് 2.1 കേട്ടോ. അടുത്ത് നോക്കിയാൽ 5x + 9 = 5 + 3x. കാണാൻ പറ്റുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? ഉണ്ടോ? നോക്കിക്കേ. ഇവിടെ 5x + 9 = 5 + 3x. 5x നമ്മൾ എപ്പോഴും പറഞ്ഞു, ഏതൊരു ക്വസ്റ്റ്യൻ കണ്ടാലും നിങ്ങളുടെ ജോലി ഒന്നുകൂടി അതൊന്ന് റിപ്പീറ്റ് ചെയ്ത് എഴുതുക എന്നാണ് കേട്ടോ. അത് മറക്കല്ലേ. ഏതൊരു ക്വസ്റ്റ്യൻ കണ്ടാലും ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് എഴുതുക. ഒരു ചിലവുമില്ല അല്ലേ? നമുക്കൊന്നുകൂടെ എന്ന് വെച്ചാൽ ഒരു കണക്ക് ചെയ്യുമ്പോൾ ഒരു വീറും വൃത്തിയൊക്കെ അപ്പം വരും കണക്കിൽ. ഇനി നോക്കിക്കേ, ഇവിടെ ഒരുപോലെയുള്ള ആരെങ്കിലും ഉണ്ടോ? ആദ്യമേ നിങ്ങളുടെ ജോലി അതാണ്. ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഇവിടെ ഒരു 5x ഉണ്ട്, ഇവിടെ ഒരു 3x ഉണ്ട് കേട്ടോ. ഒരേപോലെ ഉള്ളതിനെയൊക്കെ പറക്കി ഒരിടത്ത് കൊണ്ടുവരണം. 5x എന്ന് വെച്ചാൽ ഇവിടെ കിടക്കുന്ന അതിനൊരു മാറ്റവും ഇല്ല അതിന്. പക്ഷേ 3x നോക്കിക്കേ, RHSൽ പോയി കിടക്കുക. അതിനെ എടുത്ത് ഇവിടെ കൊണ്ടുവരണം. ഇവിടെ +3x അല്ലേ? അപ്പം ഇനി വരുമ്പോൾ എന്താണ്? -3x ആണ്. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? പിന്നെ ഞാൻ പറഞ്ഞു ഈക്വൽ കഴിഞ്ഞിട്ട് ഇനി എന്തോ കിടക്കുന്നുണ്ടോ അത് എഴുതിയിട്ടേ അടുത്തതിനെ എടുക്കാമോ. ഈക്വൽ കഴിഞ്ഞിട്ട് ഇവിടെ ആര് കിടപ്പുണ്ട്? ഒരു 5 ഉണ്ട്. പിന്നെ ഈക്വലിൻ്റെ ലെഫ്റ്റ് സൈഡിൽ 9 ആണ്. ലെഫ്റ്റിലായതുകൊണ്ട് അത് നമ്മൾ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ -9 ആയിട്ട് മാറി. ഇനി നോക്കിയാൽ 5x നിന്ന് 3x പോയാൽ 2x ആണ്. 5 നിന്ന് 9 പോകത്തില്ല. അപ്പോൾ നമ്മൾ തിരിച്ചിട്ടു. എന്താ? അപ്പോൾ മൈനസ് എന്ന സൈൻ വന്നു. 5 9 പോകത്തില്ലെങ്കിൽ എന്താ? തിരിച്ചിട്ടിട്ട് 4, എന്നിട്ട് മൈനസ് എന്ന സൈൻ ഇട്ട് കൊടുക്കുക. x = -4/2 = -2. ഇതിന് സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? എന്നാൽ നിങ്ങൾക്ക് കിട്ടിയ -2 ആണോ? ചെക്ക് ചെയ്യൂ. ചെക്ക് എങ്ങനെയാ കുഞ്ഞുങ്ങളെ? നമ്മുടെ ക്വസ്റ്റ്യൻ എഴുതുക. എപ്പോൾ ചെക്ക് ചെയ്യാൻ പറഞ്ഞാലും ക്വസ്റ്റ്യൻ എഴുതുക. RHSന് ഈക്വൽ ആണോ LHS എന്ന് നോക്കിയേ. 5 ഇടുക. ഇവിടെ -2 എന്ന് പറയുന്നതാണ് കിട്ടിയത്. അപ്പോൾ എവിടെ x ഉണ്ടോ അവിടെ -2 കൊടുക്കുക. ഇവിടെ അതുപോലെ എഴുതുക കേട്ടോ. എന്താ ചെയ്തിട്ടിട്ടുണ്ട് നോക്കി മനസ്സിലാക്കണം കുഞ്ഞുങ്ങൾ. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടോ എങ്കിൽ എഴുതിയതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? ഒന്നുമില്ലല്ലോ. നോക്ക്, എവിടെ x ഉണ്ടോ അവിടെ നമ്മുടെ ഈ കിട്ടിയ എക്സിൻ്റെ വാല്യൂ വെച്ച് ചെയ്യുക. നോക്കിയേ, ഇവിടെ -1 ആണ്, ഇവിടെയും -1 ആണ്. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം? ഇവിടെ LHSന് ഈക്വൽ ആണ് ടീച്ചറേ RHS. അവിടെ തെറ്റല്ലേ കുഞ്ഞുങ്ങളെ? LHSന് ഈക്വൽ ആണ് RHS. അങ്ങനെയാണ് നമ്മുടെ ആൻസർ. ശരിയാണ്. 3 മാർക്കിനൊക്കെ ചോദിക്കുന്നത് കേട്ടോ. ഒന്നും നിസ്സാരമായിട്ട് കാണല്ലേ കുഞ്ഞുങ്ങളെ? ചെക്ക് ചെയ്ത് തന്നെ കാണിക്കണം കണ്ടോ. ഇതാദ്യമേ നിങ്ങൾ എഴുതണം. ചെക്ക് ചെയ്യുന്നത് തിരിഞ്ഞു പോവല്ലേ കേട്ടോ. നോക്കിക്കേ, അടുത്തത് 4z + 3 = 6 + 2z. ഇസഡും 2ഉം കൂടെ ഒരുപോലെ എഴുതി വെക്കുന്നവരുണ്ട്. ചിലപ്പോൾ 22 എന്നൊക്കെ വിചാരിക്കും കേട്ടോ. നിങ്ങൾക്ക് ഇസഡ് ഒക്കെ അതിൻ്റെതായ രീതിയിൽ എഴുതി വെക്കണം. പേപ്പർ നോക്കുമ്പോൾ ഇസഡ് ഏതാ 2 ഏതാന്ന് തിരിച്ചറിയത്തില്ല. അതുകൊണ്ട് കേട്ടോ വൃത്തിയായിട്ട് അത് എഴുതണേ. ഇനി നോക്കിയേ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ പറഞ്ഞു ഏതൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് എഴുതണം. ഓക്കെ ആണല്ലോ. ഇനി ഒരേപോലെ ഉള്ളതിനെ ഒരുമിച്ച് പറക്കി എഴുതുക. ഇവിടെ ആരൊക്കെയോ കുഞ്ഞുങ്ങളെ? 4z ഉണ്ട്, ഇവിടെ ഉണ്ട് 2z. അപ്പോൾ രണ്ടിനെ ഒരിടത്ത് കൊണ്ടുവരാമല്ലോ. ഇത് രണ്ട് കൊണ്ടുവരുമ്പോൾ സൈൻ മറന്നു പോവല്ലേ? നമ്മൾ അപ്പുറത്തു നിന്നാൽ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുന്നെങ്കിൽ സൈൻ ഇവിടെ എന്താ പോസിറ്റീവ് ആയതുകൊണ്ട് ഇപ്പുറത്ത് വന്നപ്പോൾ നെഗറ്റീവായി. ഓക്കെ. ഇനി ഈക്വൽ കഴിഞ്ഞ് ഏതാ വരുന്നത്? 6 ആണ്. പിന്നെ ഇവിടുത്തെ +3 ഇവിടെ വന്നപ്പോൾ -3 ആയിട്ട് മാറി. 4z നിന്ന് 2z പോയി കഴിഞ്ഞാൽ ബാക്കി 2z ആണ്. 6ൽ നിന്ന് 3 പോയാൽ 3 ആണ്. അപ്പോൾ z = 3/2. ഇവിടെ വരുമ്പോൾ 3 × 2 എന്ന് എഴുതി വെക്കുന്നവരുണ്ട്. ഈ തെറ്റുന്ന എവിടാന്ന് ഞാൻ പേപ്പറിൽ നോക്കിയത് കൊണ്ടാണ് നിങ്ങൾ എടുത്തെടുത്ത് പറയുന്നത്. ഈ തെറ്റുന്നത് എവിടാന്ന് അറിയാവുന്നത് കൊണ്ടാണ് എടുത്തെടുത്ത് പറയുന്നത്. നിങ്ങൾക്ക് അവിടെ വരുമ്പോൾ തെറ്റല്ലേ ഇത് കേട്ടോ. 3/2 ആണ്. മനസ്സിലായോ? ഇനി നമുക്ക് കിട്ടിയ 3/2 ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തേ കുഞ്ഞുങ്ങളെ.
എങ്ങനെ ചെക്ക് ചെയ്യും? ചെക്ക് ചെയ്യണമെങ്കിൽ ആദ്യമേ നമ്മുടെ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. ഇതിനെ RHS, ഇത് LHS, ഇത് RHS. ഇസഡ് എവിടെയാണോ, ഇസഡിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. ആ ഇസഡിൻ്റെ എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം 3/2 ഇട്ട് കൊടുത്ത് ചെയ്യുക. നോക്കണേ, നമ്മുടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടോ? 4 × 3 12, 2നെ അതുപോലെ എഴുതുക. 3 6 അതുപോലെ എഴുതി. 2 × 3 6 2. നോക്കിക്കേ, 12നെ 2 കൊണ്ട് വെട്ടിപ്പോകാം 6 3 6 3 9. ഇവിടെ 6നെ 2 കൊണ്ട് വെട്ടിപ്പോകുമ്പോൾ 3 6 3 2 ഒരേപോലെയാണ്. അപ്പോൾ എന്താണ്, LHSന് ഈക്വലാണ് RHS. അത് മനസ്സിലായോ നിങ്ങളെ? ഓക്കെ ആണോ? ഓക്കെ. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാതുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി കേട്ടോ. ആ കണക്കൊന്നും കൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞുതരാം. നോക്കൂ നിങ്ങളെ, 5ാമത്തെ ഈ പാഠത്തിൽ വളരെ കുറച്ച് കണക്ക് മാത്രമേ, ആകെ 2 എക്സസൈസേ ഉള്ളൂ. 2.1 2.2 2 ഉള്ളൂ കേട്ടോ. അതങ്ങ് നല്ലതുപോലെ പഠിക്കുക. കാരണം 1ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ കഴിഞ്ഞ ലിങ്കിൽ ഇട്ടിട്ടുണ്ട്. അതും വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് അത് മാത്രം അങ്ങ് പഠിച്ചിട്ട് പോയാൽ മതി. ആ മോഡൽ പഠിച്ചിട്ട് പോയാൽ മതി കേട്ടോ. അത് തന്നെയല്ല, മോഡൽ അത് പഠിച്ചിട്ട് അങ്ങ് പോയാൽ മതി. കാരണം വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. പകുതി മുക്കാലും ഡിലീറ്റഡ് ആണ്. നോക്കിക്കേ, അടുത്ത 5ാമത്തത് ക്വസ്റ്റ്യൻ നമ്മൾ എഴുതുക. ക്വസ്റ്റ്യൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുക കേട്ടോ. എന്നിട്ടെന്താ, ഇവിടെ ഒരുപോലെ ഉള്ളതിനെ ആരെങ്കിലും ഉണ്ടാവും ഞങ്ങളെ? നോക്കിക്കേ, 2x, ഇവിടെ ഒരു x ഉണ്ട്. അപ്പോൾ എക്സിനെ എടുത്തുകൊണ്ട് വരരുത്. -2x ആകുമ്പോൾ ഇവിടെ വരുമ്പോൾ +x ആയി. ഇനി നോക്കിയേ, ഈക്വൽ കഴിഞ്ഞ് ഇവിടെ ആരാണ്? 14 ആണ്. ഇവിടെ -1 ഇപ്പുറത്ത് വന്നുമ്പോൾ +1. നല്ലപോലെ നോക്കണേ. ഞാൻ ഈ പറയുന്നെങ്കിലും നിങ്ങൾ ചെയ്താണ് പഠിക്കേണ്ടത്. ഞാനിത് പറഞ്ഞു തരുന്നെങ്കിലും നിങ്ങൾ ചെയ്ത് മനസ്സിലാക്കണം. കണക്കെപ്പോഴും ചെയ്ത് തന്നെ പഠിക്കണേ കുഞ്ഞുങ്ങളെ. നോക്കിയിരിക്കില്ലേ. നമ്മൾ ഒരാൾ പറഞ്ഞു തരുമ്പോൾ നമുക്ക് എല്ലാം അറിയാവുന്ന വിചാരിക്കും. അത് അവിടെ എടുത്ത് ഇവിടെ എടുത്തോട്ട് വിചാരിക്കും. പക്ഷേ ചെയ്യുമ്പോഴാണ് മിക്കുള്ളവർക്കും ഡൗട്ട് വരുന്നത്. അതുകൊണ്ടായി പറയുന്നത്. നോക്കിയേ, 2x + x = 3x. 2xൻ്റെ കൂടെ ഒരു x കൂടെ കൂട്ടിയാൽ 3x. 14 + 1 15. നോക്കിയേ, അപ്പോൾ x = 15/3 = 5 ആണ് നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടിയത്. ഇനി ചെക്ക് ചെയ്തോ, ഏത് ഈ ലീനിയർ ഇക്വേഷൻ്റെ ഏത് കണക്ക് ചെയ്താലും ചെക്ക് ചെയ്തോണം. അതായത് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുക. ക്വസ്റ്റ്യൻ അതുപോലെ എഴുതുക. LHS RHS ഇക്വേഷനിലാക്കുക. അതായത് 2 × നമുക്ക് x 5 ആണ് കിട്ടിയത്. 5 - 1. 2 × 5 10 - 1 9 കിട്ടി. നോക്കിയേ, 14 - x 5 ആണ്. 14 × 5 9 ആണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ കണക്ക്? നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് സമാധാനത്തെ ഇരുന്ന് നോക്കി മനസ്സിലാക്കണം കേട്ടോ. അടുത്ത് നോക്കിക്കേ, നോക്കൂ നിങ്ങളെ, 8x + 4 = 3 ബ്രാക്കറ്റിലാണ് x - 1 + 7 വന്നത്. ഇത് 1-2 പേർക്ക് 1-2 അല്ല തെറ്റുന്നുണ്ട്. അത് നല്ലപോലെ നോക്കി മനസ്സിലാക്കണേ നിങ്ങളെ. നോക്കിയേ, ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുക കണ്ടോ. ഇനി ഒരേപോലെ ഉള്ളതിനെ പറക്കി എടുത്തുകൊണ്ട് വരിക. ഇവിടെ നോക്കിക്കേ, ഇവിടെ മിക്കുള്ളവർക്കുണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ നേരത്തെയുള്ള ചാപ്റ്ററിലൊക്കെ പഠിച്ചിട്ടുള്ള ബ്രാക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ എന്തോ ചെയ്യണം. നോക്കിക്കേ, ബ്രാക്കറ്റിൻ്റെ വെളിയിൽ കിടന്ന് ഇക്വേഷൻ ആണ് കേട്ടോ. ഇതൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാത്തതുകൊണ്ട് എളുപ്പം പറയുമോ നിങ്ങളെ. 3 × x 3 × 1 മാറണം. 3 × x 3x, 3 × 1 1 3. ഒരു 3 3 അല്ലേ. അപ്പം നടുക്ക് ഏത് സൈനാണോ കിടക്കുന്നത് അതും ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. ബാക്കി ഇത് അതുപോലെയാണ്, അതിനൊരു മാറ്റവും ഇല്ല. ഇവിടെ വരുമ്പോൾ എവിടെയാണോ നിങ്ങൾക്ക് തെറ്റുന്നുള്ള ബ്രാക്കറ്റിൽ കിടക്കുന്നതിനെ ഇൻഡു ചെയ്യണം കേട്ടോ. 3 × x 3x, 3 × 1 3. സൈൻ ഏതാ? ഇവിടെ തന്നിരിക്കുന്ന സൈൻ +7. ഒരു മാറ്റവും ഇല്ല. ഇനി നോക്കിക്കേ, ഇവിടെ ഒരുപോലെയുള്ള ഇവിടെ ഒരു 8x ഉണ്ട്, 3x ഉണ്ട്. അപ്പോൾ 3xനെ ഇങ്ങ് കൊണ്ടുവരിക. ഇത് പോസിറ്റീവ് ഇവിടെ വരുമ്പോൾ -3x. ബാക്കി ഇനി ഇവിടെ കിടക്കുന്ന ഇത് 2 ഉണ്ട്. അതായത് ഈക്വൽ കഴിഞ്ഞിട്ട് വരുന്ന എന്താണോ അത് എഴുതിയിട്ടേ ഇപ്പുറത്ത് കിടക്കുന്നതിനെ എടുത്തുകൊണ്ട് വരാവും കേട്ടോ. 8x ന്ന് 3x മൈനസ് ചെയ്താൽ 5x. ഇവിടെ നോക്കിക്കേ, ഇങ്ങനെ ഒരു ഡൗട്ട് അടിക്കല്ലേ നിങ്ങൾക്ക്. നോക്കിക്കേ, ഇവിടെ -3 ഉണ്ട്, ഇവിടെ ഒരു -4 ഉണ്ട്. -3ഉം -4 കൂടെ ആകുമ്പോൾ -7 ആവും കേട്ടോ. പിന്നെ ഒരു +7 ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. എളുപ്പവഴി പറഞ്ഞതേ ഉള്ള കുഞ്ഞുങ്ങളെ. നിങ്ങൾക്ക് അല്ലാതെ ഇൻറ്റീജർ വെച്ച് അല്ലാതെ സൈൻ വെച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നിങ്ങൾക്ക് ഏത് മെത്തേഡാ എളുപ്പമെന്ന് വെച്ചാൽ ആ മെത്തേഡ്. കുറച്ച് ഇത് ഒന്നും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി മാത്രം പഠിപ്പിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. -3 ഇവിടെ ഉണ്ട്, ഒരു -4 ഉള്ളതുകൊണ്ട് -3ഉം -4 കൂടെ -7, ഇവിടെ +7. അപ്പം നോക്കിക്കേ, 5x = ഇങ്ങനെ വന്നു. ഡിഫറൻറ്റ് സൈൻ വന്നാൽ കുറയ്ക്കുക. ഡിഫറൻറ്റ് സൈൻ വന്നാൽ കുറയ്ക്കുക. നോക്കിയേ, 5x = 0. അപ്പോൾ x = 0/5 വന്ന എന്തുകൊണ്ടാണ് കേട്ടോ. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ എപ്പോഴും ഞാൻ ക്ലൂ പറഞ്ഞു തന്നിട്ടുണ്ട്. 0/5 = 0. ഏതൊരു സംഖ്യയെ 0 വെച്ച് ചെയ്താലും 0 തന്നെ. ഇനി നമുക്ക് കിട്ടിയ ആൻസർ 0 ആണോ എന്ന് ചെക്ക് ചെയ്യുക. എങ്ങനെയാണ് നിങ്ങളെ? നമ്മുടെ ക്വസ്റ്റ്യൻ എടുത്തെഴുതുക. ക്വസ്റ്റ്യന് ചെക്കിങ് എടുത്തെഴുതുക. നോക്കിക്കേ, എവിടൊക്കെ എക്സ് വരുന്നുണ്ടോ അവിടെ എല്ലാം 0 ഇട്ട് കൊടുക്കുക. 8 × x എന്ന് വെച്ചാൽ 8 × 0 കണ്ടോ എഴുതുക. ഇവിടെ നോക്കിക്കേ, എങ്ങനെ 8 × 0 0 4. അപ്പോൾ ഇവിടെ 4 ആണ് LHS കിട്ടിയത്. RHS 3 × 0
എങ്ങനെ വരുന്നത് 3 അല്ലേ? ഇവിടെ 3നെ അതുപോലെ അങ്ങ് എഴുതണം. പിന്നെ 0 - 1 -1 +7 കേട്ടോ. ഇങ്ങനല്ലേ കേട്ടോ, അത് നമ്മുടെ അതിനകത്തിലായിരുന്നു, ഇതിനകത്ത് അത് വേണ്ട. 3നെ അതുപോലെ എഴുതുക. 0ൽ നിന്ന് -1 പോയാൽ -1 7. ഇനി 3 × -1 -3 +7 എഴുതുക. ഡിഫറൻറ്റ് സൈൻ വന്നാൽ കുറയ്ക്കുക. 4 വന്നു, രണ്ടും ഒരേപോലെ വന്നു. ഇവിടെ തെറ്റല്ലേ കുഞ്ഞുങ്ങളെ, എടുത്ത് എഴുതിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇവിടെ എന്താണ്, LHSന് ഈക്വലാണ് RHS. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഇത് പോസ് ചെയ്തിട്ടിട്ട് നോക്കണേ. ഓരോ കണക്കും ഞാൻ കൊച്ചു പിള്ളേരുടെ കൂട്ട് തന്നെയാണ് നിങ്ങൾക്കും പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ അത് ഓക്കെയാണെന്ന് വിശ്വസിക്കുന്നു. നോക്കി അടുത്ത 7ാമത്തെ 7 നോക്കിയോ കുഞ്ഞുങ്ങളെ. x = 4/5 = x + 10. x = 4/5 = 8. ഇത് നോക്കിയേ, ക്വസ്റ്റ്യനെ നമ്മൾ എപ്പോഴും നമ്മൾ പറയുന്നുണ്ട്, ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ അതിനെ റിപ്പീറ്റ് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് എന്താണ്, ഇനി ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യാം. അതിൽ നിങ്ങൾക്ക് ക്രോസ് മൾട്ടിപ്പിൾ നിങ്ങൾക്ക് എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഈ 4/5 x+, നിങ്ങൾ എന്ത് ചെയ്യുന്നറിയോ, ഈ 4നെ നേരെ ഒരു വര, അതായത് അതിങ്ങനെ വരയ്ക്കുക. 5നെ ഇങ്ങനെ താഴെ. ഇത് എളുപ്പവഴിയാണ് കേട്ടോ, കുറച്ചുകൂടി എളുപ്പവഴി ഞാൻ പറഞ്ഞതാണ്. കാരണം നിങ്ങൾ മിക്ക കുട്ടികളും ഇവിടെ വരുമ്പോൾ തെറ്റിക്കുന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു എളുപ്പവഴി പറഞ്ഞത്. 4നെ എന്താണ് 5 താഴെ ഇട്ടിട്ട് ബാക്കിയുള്ളതിനെ എല്ലാം മേളിൽ എഴുതുക. അപ്പം ഇങ്ങനെ മുമ്പ് ചെയ്ത പോലെ നമുക്ക് ചെയ്യരുതോ. 4 × x സൈൻ ഏതാണോ അതിടുക, പ്ലസ് 4 × 10 4 × 10 കണ്ടോ. അപ്പോൾ എന്തോ ചെയ്യും, 4 × x 4x 4 × 10 40/5. ഇനി നമുക്കതിനെ നോക്കി x = ഇങ്ങനെ വന്നേ. നമുക്കതിനെ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യാം. എങ്ങനെ ചെയ്യും? 5 × x = 1നെ ഏത് സംഖ്യ കൊണ്ട് ചെയ്താലും ആ സംഖ്യ തന്നെയാണെന്ന് നമുക്കറിയാം അല്ലേ. റോൾ ഓഫ് ദ 0 ഒക്കെ കഴിഞ്ഞ ചാപ്റ്റർ നമ്മൾ പഠിച്ചതാണ്, റോൾ ഓഫ് 1. അപ്പം ഇപ്പോൾ ക്രോസ് മൾട്ടിപ്പിൾ ആണെങ്കിൽ എന്താ, x 5 എന്ന് നമ്മൾ പറയത്തില്ല. എപ്പോഴും നമ്മൾ നമ്പർ കഴിഞ്ഞേ വേരിയബിൾ പറയത്തുള്ളൂ. അപ്പോൾ 5x = എന്താണ് 4x + 40 എന്ന് നമുക്ക് എഴുതാം കേട്ടോ. ഒരിക്കലും വേരിയബിൾ x 5 എന്ന് നമ്മൾ പറയുമോ? അല്ല. അപ്പോഴും നമ്മൾ 8y 9x എന്നല്ലേ പറയൂ, x 9 എന്നൊക്കെ പറയുമോ? ഇല്ല. അപ്പോൾ എപ്പോഴും എന്താ 5 × x 5x കഴിഞ്ഞിട്ട് ഇത് എഴുതുക. 1ന് വാല്യൂ ഇല്ലാത്തതുകൊണ്ട് അത് അതുപോലെ എഴുതുക. നോക്കിക്കേ, 4x + 40. അപ്പോൾ 5x, ഈ 4xനെ എന്ത് ചെയ്യുക, ഇപ്പുറത്ത് കൊണ്ടുവരിക. അപ്പോൾ എന്താ -4x = 40. അപ്പം 5x നിന്ന് 4x പോയ x, പിന്നെ 40 കണ്ടോ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 40 കിട്ടി. ഇനി ചെക്ക് നോക്കിക്കേ, എക്സിൻ്റെ വാല്യൂ ഓൾറെഡി x = എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഓൾറെഡി 40 കിട്ടി അല്ലേ. അപ്പോൾ ഇനി നോക്കിയേ, 4/5. ഇനി ഇവിടെ x അല്ലേ, എക്സിൻ്റെ എവിടെ എല്ലാം 40 ഇട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് എവിടെ വരും, ഇവിടെയും വരുമ്പം 40 വരും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, LHSന് ഈക്വലാണ് RHS. ഇപ്പോൾ പിടികിട്ടിയോ കുഞ്ഞുങ്ങളെ? ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തെറ്റല്ലേ കുഞ്ഞുങ്ങളെ? ഇതിൽ കൂടുതലൊന്നും ഈ പാഠത്തെ ചുരുക്കാനോ നമുക്ക് എഴുതാനോ പറ്റത്തില്ല കേട്ടോ. നിങ്ങൾക്ക് കൊച്ചു പിള്ളേരുടെ അതേ രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് ഇത് തന്നിരിക്കുന്നത്. നിങ്ങൾ പോസ് ചെയ്തിട്ടിട്ട് സമാധാനത്തെ നോക്കി എഴുതി പഠിക്കണം കേട്ടോ. 7. ഇനി 8ാമത്തെ ചോദ്യം നോക്കൂ കുഞ്ഞുങ്ങളെ. 2x/3 + 1 = 7x/15 + 3. നമ്മളെന്താ ക്വസ്റ്റ്യൻ, നമ്മുടെ ജോലി എന്താണ്, ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ ആണോ? ഓക്കെ. ഇനി നോക്കിക്കേ, നമ്മുടെ ജോലി എന്ന് വെച്ചാൽ ഒരുപോലെ ഉള്ളത് വല്ലതും ഉണ്ടോ? ഇവിടെ ഒരു 2x/3 ഉണ്ട്, 7x/15 ഉണ്ട്. ഇതിനെ ഇങ്ങനെ എടുത്തുകൊണ്ട് വരരുതോ, ഏതാണ്ട് വലിയ സംഭവം എന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ. എളുപ്പമാണ് നിങ്ങളെ. ഇതിനെ എടുത്തെന്താ, ഇത് ഈ പോസിറ്റീവ് അല്ലേ, കാരണം സൈനൊന്നും ഇല്ലെങ്കിൽ അത് പോസിറ്റീവാണ്. അതിവിടെ ഈക്വലിന് ഇപ്പുറത്ത് വരുമ്പോൾ നെഗറ്റീവായി. അപ്പം അത് രണ്ടും ഓക്കെയാണ്. പിന്നെ ഇനി ഈക്വൽ കഴിഞ്ഞിട്ട് ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. 3 എഴുതി. ഇനി ഇപ്പുറത്തെ +1 ഇവിടെ വരുമ്പോൾ -1 ആയിട്ട് മാറി. നോക്കിക്കേ, 2x/3 7x/5. ഇവിടെ നമ്മൾ നോക്കിയേ, ഡിഫറൻറ്റ് ഡിനോമിനേറ്റർ അല്ലേ കുഞ്ഞുങ്ങളെ, വല്ലതും ചെയ്യാൻ പറ്റുമോ? നമ്മൾ ഫസ്റ്റ് പാഠത്തിൽ ഇതിനെക്കുറിച്ച് പഠിച്ചതാണ്. അപ്പോൾ ഡിഫറൻറ്റ് ഡിനോമിനേറ്റർ വന്നു കഴിഞ്ഞാൽ എന്തോ ചെയ്യും, ഒന്നുകിൽ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യണം, അല്ലെങ്കിൽ LCM കണ്ട് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ എളുപ്പത്തിലുണ്ട്. ഈ 3ഉം 15ഉം അല്ലേ വന്നേ. 3ഉം 15ഉം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ അങ്ങ് 15 ആക്കാം. എളുപ്പവഴിയല്ലേ. 3 × 5 15 ആ 5 തന്നെ മേളിലിട്ട് കൊടുക്കുക. അപ്പോൾ എത്ര, 2 × 5 10x. സംശയം അവിടെ വല്ലതും ഉണ്ടോ കുഞ്ഞുങ്ങളെ? അതായത് ഡിഫറൻറ്റ് ഡിനോമിനേറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നുകിൽ LCM കാണണം, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യണം. ഇവിടെ നമുക്ക് കാണുമ്പോഴേ അറിയാം, 3ഉം 15നെയും എളുപ്പവഴിക്ക് വേണ്ടി 3നെയും നമുക്ക് അങ്ങ് 15 ആക്കാം.
3നെ 15 ആക്കണമെങ്കിൽ 5 വെച്ച് ഇൻറ്റു ചെയ്താൽ മതി. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ എന്താ 3 × 5 15, 2 × 5 10. അപ്പോൾ 10x/15 എന്തെങ്കിലും സംശയമുണ്ടോ? ഇതിനെ അതുപോലെ എഴുതുക. ഇനി 10x - 7x എന്തോ ചെയ്യണം? മൈനസ് ചെയ്യാനാണ്. 10xൽ നിന്ന് 7x പോയാൽ 3x, 15നെ അതുപോലെ എഴുതുക. 3 - 1 നമുക്ക് 2 വേണേൽ ഇവിടെ എഴുതി വരായിരുന്നു, എന്നാലും വേണ്ടിയില്ല. 3x/15, 3നെയും 15നെയും വെട്ടിപ്പാ 3ൻ്റെ ടേബിളിൽ വരും. ഒരു 3 3, 5 3 15. അപ്പോൾ 1/5 വരും. 3 - 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ആണ്. ഈ 1x എന്ന് പറയുന്നതിൽ ഭേദം x എന്നങ്ങ് പറയുന്നതാവും ഞങ്ങളതല്ല. x = 5 അല്ല x/5 = 2. അപ്പോൾ x = 2. ഇത് ക്രോസ് മൾട്ടിപ്പിൾ ആക്കാം നമുക്ക് കേട്ടോ. ഇവിടെ 1 ഇട്ടാലും ഇങ്ങനെയും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ 2 × 5 = 10 നമുക്ക് കിട്ടി. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ആണോ? ഇനി നമുക്കത് ചെക്ക് ചെയ്ത് നോക്കണം. ഇത് ഞാൻ കുറച്ച് നീട്ടി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി വരച്ചതാണ്. ഇതിന് നിങ്ങൾക്ക് വെട്ടി നേരത്തെ ചെയ്യാൻ അറിയാവുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഇത് ഞാൻ കുറച്ചുകൂടി മനസ്സിലാകത്തക്ക രീതിയിൽ നിങ്ങളെ ഒന്ന് നീട്ടി എഴുതി കാണിച്ചതാണ് കേട്ടോ. കാരണം ഇതൊക്കെ എങ്ങനെയാണ് വരുന്നതെന്ന് അറിയണ്ടായോ? അതിന് വേണ്ടിയാണ് ഇത്രയും സ്റ്റെപ്പ് ഇട്ട് എഴുതിയത്. നിങ്ങൾക്ക് കിട്ടിയ എക്സ് 10 ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് പ്രൂവ് അല്ല ചെക്ക് നോക്കിക്കേ. നമ്മുടെ ചോദ്യം 2a ഇതാണ് നമ്മുടെ ചോദ്യം. ഈ ചോദ്യത്തിൽ എക്സ് എവിടെ വരുന്നോ അവിടെ എല്ലാം 10 ഇട്ടങ്ങ് ചെയ്താൽ മതി. നോക്കൂ ഞങ്ങളെ, എക്സ് എവിടെയൊക്കെ വരുന്നുണ്ടോ അവിടെ എല്ലാം 10 ഇട്ട് ചെയ്യണം. അത് പോസ് ചെയ്തിട്ട് നിങ്ങൾ എഴുതി തന്നെ നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ലാസ്റ്റ് എന്ത് വരും? 23/3 വരും. ഇവിടെ 23/15, 23/15 അല്ലേ, ഇവിടെ 3 ആയിരിക്കും വരുന്നത് കേട്ടോ. 23/3 വരുന്നത് കേട്ടോ. 23/3 ചെയ്ത് നോക്കണേ. 23 23/3, ഇവിടെ 115/15. ഇപ്പോൾ 23/3 ആവും ഞങ്ങളിവിടെ 3 കേട്ടോ. ചെക്ക് ചെയ്യണേ. ഓക്കെ ആണല്ലോ? 8. ഈ അടുത്ത് 9ാമത്തെ നോക്കിയേ. നിങ്ങൾ ഈ വലിയതാണെന്ന് വിചാരിച്ച് പേടിക്കണ്ട. നിങ്ങൾക്ക് എളുപ്പ വഴിയിൽ ചെയ്യാൻ സ്റ്റെപ്പ് പഠിക്കാനും എഴുതാനും എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും ഇതായിട്ട് എഴുതിയേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവുമല്ലോ. ക്വസ്റ്റ്യന് ഇത് നോക്കിക്കേ, ഇത് ക്വസ്റ്റ്യനാണ്. ഇത് നമ്മൾ ക്വസ്റ്റ്യനെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ തന്നെ കണ്ട അത്രയും ഇതങ്ങ് പോയി. പിന്നെ ഇത്രയുള്ള ആൻസർ. പക്ഷേ അത് നമ്മൾ ഏതൊരു കണക്ക് ചെയ്യുമ്പോഴും ആ കാണുമ്പം തന്നെ ഒരു കണക്ക് എഴുതുന്നത് കാണുമ്പം തന്നെ നമുക്ക് അതിന് മാർക്ക് ടീച്ചർ ഇടണോ വേണ്ടായോ എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങളെ. 2y ഇവിടെ ഏതെങ്കിലും y ഉണ്ടോ? ഇവിടെ ഒരു y ഉണ്ട്. -y നെ പൊക്കി ഇപ്പുറത്ത് കൊണ്ടുവന്നു. ഇപ്പോൾ +y ഈക്വൽ കഴിഞ്ഞ് ഇവിടെ ആരെങ്കിലും ഉണ്ട്? 26/3 ഉണ്ട്. ഇനി വല്ലോ ഇതിനകത്ത് എഴുതാൻ ഉണ്ട്. ഇവിടെ +5/3 ഉണ്ട്. അത് സമത്തിന് ഈക്വലിന് ഇപ്പുറത്ത് വരുമ്പോൾ 5/3. നോക്കിയേ, 2y + y 3y. 26 നിന്ന് ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ഒരു പരിപാടിയില്ല. നേരെ എന്തുവാണോ ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്യുക. 26 നിന്ന് 5 പോയാൽ 21. അപ്പോൾ 3y = 21/3 വന്നു. അപ്പോൾ 3y = 21നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 7 കിട്ടും. അപ്പോൾ y = 7/3 എന്നാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ ആണോ? ഇനി അത് ചെക്ക് ചെയ്ത് കാണിക്കാം. എങ്ങനെയാണ് ചെക്ക്? നമ്മുടെ ക്വസ്റ്റ്യന് എഴുതി വെക്കുക. എവിടെയൊക്കെ y ഉണ്ടോ, y ഉള്ളിടത്തെല്ലാം 7/3 എഴുതി നോക്കുക. അങ്ങനെ എഴുതുമ്പോൾ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് ആൻസർ 19/3 രണ്ടിടത്തും വരും. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം? LHSന് ഈക്വലാണ് RHS എന്ന് എഴുതുക. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളെ പോസ് ചെയ്തിട്ടിട്ട് നല്ലപോലെ നോക്കണേ. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 3m = 5m - 8/5. നോക്കിക്കേ, ഇതിൽ ഒരുപോലെയുള്ള ആരെങ്കിലും ഉണ്ടോ? ഈക്വലിന് അപ്പുറം ഇപ്പുറം ഉള്ള ഒരുപോലെയുള്ളത് ഉണ്ടല്ലോ. 3m എന്നെ എഴുതുക. ഈക്വലിന് ഇപ്പുറത്ത് കിടക്കുന്ന 5m അത് പോസിറ്റീവ് ആയതുകൊണ്ട് ഇപ്പുറത്ത് വരുമ്പം -5m. ഇനി ആരെങ്കിലും എഴുതാനുണ്ടോ? ഒരു -5 അതിനെ അതുപോലെ എഴുതുക. കാരണം ഈക്വലിന് വലത്തുവശത്തായതുകൊണ്ട് അത് അതുപോലെ തന്നെ എഴുതണേ. സൈൻ ഒരു മാറ്റവും ഇല്ല. 3m - 5m 3mൽ നിന്നും 5m കുറയ്ക്കാൻ നമുക്ക് പറ്റത്തില്ല. അപ്പം നമ്മൾ തിരിച്ചിട്ടിട്ട് -2m. പിന്നെ m = എന്ത് ചെയ്യണം? ഈ 2നെ ഇങ്ങ് ഇപ്പുറത്ത് കൊണ്ടുവരണം അല്ലേ? ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ എന്താണ്? ഈ -8/-10 -+ ആണ്. അപ്പോൾ 4/5 ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ ആണോ? അടുത്ത അത് ചെക്ക് ചെയ്തിട്ട് അതാണോ എന്ന് പ്രൂവ് ചെയ്യണം. നോക്കിക്കേ,
3m = 5m. ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ ആണ്. എവിടൊക്കെ m ഉണ്ടോ അവിടെ എല്ലാം 4/5 ഇട്ട് ചെയ്യണം. ഇവിടെ ഒരു m ഉണ്ട്, അപ്പോൾ നാട്ടെ 4/5. ഇവിടെ ഒരു m ഉണ്ട്, 4/5. 3 ഇൻറ്റു ചെയ്യാൻ എളുപ്പമാവും നിങ്ങളെ. 3 × 4 12, 5നെ അതുപോലെ എഴുതുക. 5 4 20, 5നെ അതുപോലെ എഴുതുക. ഇവിടെ ഡിനോമിനേറ്റർ ഒരുപോലെ ആയതുകൊണ്ട് എന്താണോ ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്യുക. 20 നിന്ന് 8 പോയാൽ 12. നോക്കിക്കുക, ഇവിടെയും ഒരേപോലെയാണ്. അപ്പോൾ LHS RHS ഈക്വലാണ്. മനസ്സിലായോ ഞങ്ങളെ? അതായത് ലീനിയർ ഇക്വേഷൻ്റെ എക്സസൈസ് പ്രോബ്ലമാണ് ഈ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ കുഞ്ഞുങ്ങളെ. മനസ്സിലായെങ്കിൽ മനസ്സിലായെന്ന് തന്നെ പറയുക, ഇല്ലെങ്കിൽ ഇല്ലെന്ന് തന്നെ പറയണം കേട്ടോ. ഓക്കെ, ലൈക്ക് ചെയ്തില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേരെ. താങ്ക് യു.